ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ജോലി ഉണ്ടായിരുന്ന ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഒരു ദിവസം വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കൊരു ഇത്തിരി നേരം മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് ഇതേ വൈകുന്നേരത്തെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ചപ്പാത്തി ആയിരുന്നതുകൊണ്ട് തന്നെ ഉച്ചക്കും ഞങ്ങൾ അത് തന്നെ ആട്ടോ കഴിച്ചത്. ഇവിടെ ചോറ് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ രാത്രിയിൽ ഹസ്ബൻഡ് വരുന്ന സമയമാകുമ്പോഴേക്കാണ് ഞാൻ മിക്ക ദിവസങ്ങളും ചോറും കറിയൊക്കെ ഉണ്ടാക്കുക. ഉച്ചക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ വൈകുന്നേരം ആദ്യം തന്നെ നമുക്ക് ചായയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എനിക്ക് കട്ടൻ ചായയും മക്കൾക്ക് ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കിത് കട്ടൻ ചായ ആദ്യം ഉണ്ടാക്കി മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ അതിനകത്ത് തന്നെ കുട്ടികൾക്കുള്ള ചായ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് കട്ടൻ ചായ കുറച്ച് അധികം വേണം. അപ്പോൾ അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് നോക്കിയിട്ടൊക്കെ ഒഴിക്കുന്നത്. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇനിയിപ്പം കുറച്ച് നെല്ലിക്ക, നമ്മുടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെല്ലിക്ക നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സിറപ്പ് എന്ത് ചെയ്യുന്നു, ചിലർക്കൊക്കെ ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ മോളൊക്കെ ചോദിച്ചു, അമ്മ ഇത്രയും സിറപ്പ് ഇനി എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മളത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടി നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഞാനത് കുറച്ചും കൂടി ശർക്കര അതിനകത്ത് ചേർത്തിട്ട് ഞാനത് വീണ്ടും ഒരു 1/2 കിലോ നെല്ലിക്ക കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സിറപ്പും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അല്ലാതെ നമ്മൾ നെല്ലിക്ക കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ച സിറപ്പ് കളയേണ്ട കാര്യമില്ല. ഇതുപോലെ വീണ്ടും നമുക്ക് ഒരു തവണ മാത്രം നമുക്കിതുപോലെ വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ള പരിപാടിയാണ് ചായക്കൊപ്പം നോക്കുന്നത്. അപ്പം ആ പാത്രത്തിനകത്തോട്ട് കുറച്ച് ശർക്കരയാണ് 1/2 കിലോ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. സിറപ്പ് ബാക്കിയുള്ളത് അവിടെയുണ്ട്. കൂട്ടത്തിലൊരു 200 ഗ്രാം ശർക്കര ഞാൻ അതിനകത്തോട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ അടുപ്പത്ത് വെച്ച് ആദ്യം ഒന്ന് ഉരുക്കിയിട്ട് പിന്നെ അത് അരിച്ചെടുത്തിട്ട് വീണ്ടും അതിനകത്തേക്ക് നമ്മൾ നെല്ലിക്കയൊക്കെ ചേർത്ത് വീണ്ടും തിളപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു സൈഡിൽ അവിടെ ആകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചായയും അടുപ്പത്തുനിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എല്ലാ പണികളും, അതായത് ചോറും കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട്. വൈകിട്ട് ഉച്ചക്ക് ഉണ്ടാക്കാത്തത് കാരണം വൈകിട്ടെല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതേ ചായ ആവുന്ന സമയത്ത് വേഗം ചോറിനുള്ള വെള്ളം വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ നമുക്ക് ചോറ് വേണ്ടുള്ളൂ. രാത്രിയിൽ കുട്ടികൾ അധികം ചോറൊന്നും കഴിക്കില്ല. അവരിനിപ്പം ദോശമാവോ അല്ലെങ്കിൽ ബ്രെഡോ മാഗിയോ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചോറുണ്ണല്ലോ കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ ചോറ് വെക്കാനുള്ളൂ. അപ്പോൾ ഇതൊരു കുഞ്ഞു ബോണിക്കകത്താണ് ഞാൻ ചോറ് വെക്കുന്നത്. ഹസ്ബൻഡിന് എനിക്ക് മാത്രമുള്ളത്. ഞാനും ചില ദിവസങ്ങളിൽ കഴിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ. ചോറുണ്ണാൻ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയാണ്. അപ്പോൾ അങ്ങനെ ഇത് ചായ റെഡി ആയിട്ടുണ്ട്. ആ അടുപ്പത്ത് ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ മോൾക്കൊക്കെ കൊണ്ടു കൊടുത്ത് മോനുള്ള ചായ അടച്ച് മൂടി വെക്കും. അവൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും 6:30 6:45 ആവും കേട്ടോ. അപ്പോൾ അവന് ചായ വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാലും ഞാൻ എപ്പോഴും ഇത്തിരി ഞാൻ ചായ അവനെ അവിടെ മാറ്റി വെക്കും. അത് മിക്ക ദിവസവും കുടിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതേ മോൾക്ക് ഉള്ള ചായ കൊണ്ട് കൊടുക്കുകയാണ്. മോൾ റൂമിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്കുള്ള ചായയും കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാനിത് ആ ശർക്കര ഉരുകി വന്നത് അരിച്ചെടുത്തിട്ട് വീണ്ടും അതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി അത് വീണ്ടും അതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ തേനെല്ലിക്ക ഉണ്ടാക്കിയ ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാം, കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നെല്ലിക്ക ഒക്കെ അതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇഡ്ഡലി പാത്രമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് മെയിനായിട്ട് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിന് അരിയിട്ട് കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട്. കുഞ്ഞു 2-3 ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ചട്ടികളിലായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ടൈൽസ് ആയത് കാരണം ചട്ടിയിൽ നിന്നുള്ള മണ്ണൊക്കെ വീഴുമ്പോൾ അവിടെയൊക്കെ ചെളിയാവും. അപ്പോൾ അതൊക്കെ ടൈൽസിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാനുണ്ട്. അപ്പം ചോറിന് അരിയിട്ടിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. ചോറിന് അരിയിട്ടിട്ട് ഇനിയിപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കണം. ആ കൂട്ടത്തിൽ എനിക്കിന്ന് കേക്കും കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പം ക്രിസ്മസിന് ഞാൻ എപ്പോഴും പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഇത്തവണ ഞാനത് ഉണ്ടാക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് ഗിഫ്റ്റായിട്ടും കിട്ടും. പിന്നെ ഹസ്ബൻഡിന് എന്തായാലും എത്ര കിട്ടിയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വാങ്ങിച്ചിട്ടും വരും. പിന്നെ ഞാനും കൂടി ഉണ്ടാക്കുന്നതാകുമ്പോൾ ഒരുപാട് കേക്ക് ഒരുമിച്ചാവും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഉണ്ടാക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്നാൽ പിന്നെ വീട്ടിൽ ഉണ്ടാക്കണമെന്ന്. ഞാൻ ഉണ്ടാക്കുന്ന കേക്കാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതിനിടയിൽ ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇതുപോലെ ചെറിയ ബാൽക്കണികളുണ്ട്. 3 ബാൽക്കണികളുണ്ട്. 2 ബെഡ്റൂമിനോടും പിന്നെ ലിവിങ് റൂമിനോട് ചേർന്നിട്ടും ബാൽക്കണികളുണ്ട്. ലിവിങ് റൂമിനോട് ചേർന്നിട്ടുള്ളത് കുറച്ച് വലിയ ബാൽക്കണിയാണ് കേട്ടോ. അപ്പം തുണികളൊക്കെ അവിടെയാണ് ഇടുന്നത്. ഗ്രില്ലിലും മേലെ ഭാഗത്തായിട്ട് അങ്ങനെ തുണിയൊക്കെ ഇടും. അപ്പോൾ തുണിയൊക്കെ ആദ്യം എടുത്ത് വെച്ചതിന് ശേഷമാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക. അപ്പോൾ കുറച്ചാവുന്ന അത്രയും ചട്ടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെടികൾ.
അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം അധികം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് നന്നായിട്ടൊന്നും വരാറില്ല. എങ്കിൽ പോലും ഞാൻ മാക്സിമം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ കൈ കൊണ്ട് വെള്ളമൊഴിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം മുളച്ച് വന്നിട്ടുണ്ട്. കുഞ്ഞു തൈകളെ പൊടിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എല്ലാത്തിലും ഇത്തിരി മാത്രം. അപ്പോൾ ഇപ്പം വെയിലൊട്ടും ഇല്ലാത്ത കാരണം അത്രയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം മാത്രം ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇന്ന് കഴുകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കാരണം ഇന്ന് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇത് കഴുകാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഇത് സന്ധ്യ കഴിഞ്ഞാൽ കർട്ടനൊക്കെ ഇടും. കാരണം ഗ്ലാസ് ആയത് കാരണം വെളിയിൽ നിന്ന് ശരിക്കും അകത്തേക്ക് കാണുമല്ലോ. അപ്പോൾ ഇതേ ലിവിങ് റൂമിനോട് ചേർന്നിട്ടുള്ള ബാൽക്കണിയിലും കുറച്ച് ചെടികളുണ്ട്. അവിടെയുമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ ആദ്യത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി നേരം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ചായ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഈ ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് വരാം. അപ്പോൾ എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ മെല്ലെ വന്ന് ചായ കുടിക്കുക. എനിക്കങ്ങനെ ഒരുപാട് ചൂട് ചായ ഇഷ്ടമല്ല. കുറച്ചൊന്ന് ചൂട് ആറിക്കഴിഞ്ഞാലേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചായ ഉണ്ടാക്കി വെച്ചിട്ടാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പോവുക. എന്നിട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം തണിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കട്ടൻ ചായ അവിടെ ഉണ്ടത്ര. അപ്പോൾ ഇത് ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് മൂടി വെക്കും. ഇനി ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മുടെ ഓരോരോ ചോറിൻ്റെ വേവിനനുസരിച്ച് അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിയുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ വേവുള്ള അരിയാണ്. കുഞ്ഞരിയാണ്. നമ്മുടെ നാട്ടിൽ പൊന്നി അരി ടൈപ്പാണ്, എങ്കിൽ പോലും കുറച്ച് വേവുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നെല്ലിക്ക ഞാൻ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കേക്കിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയി കിടന്നിരുന്നത്. അതായത് മൈദ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കേക്ക് ഫ്ലോർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മൈദ ബേക്കിംഗ് പൗഡറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൈനിലൊന്നും ഇത്തവണ ഞാൻ അതൊന്നും ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് ഉണ്ടാക്കിയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതേ ആദ്യം തന്നെ നമ്മൾ ട്രേ റെഡിയാക്കി, എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതാണ്. ട്രേ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ബാറ്റർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പം ബട്ടർ പേപ്പറിൽ ഒക്കെ ഇട്ട് വെക്കണം. അപ്പം ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെക്കുന്നത്. അപ്പം ഞാൻ 2 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒരു 1.5 കിലോ കണക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് ഹൈറ്റ് എത്ര വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ചെറിയ ട്രേയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ വലുതിൽ മാത്രമേ ഒഴിക്കുള്ളൂ, മാവുള്ളതിനനുസരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഇത് ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് മേലെയും കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് നമ്മുടെ കേക്ക് ടിന്ന് ആദ്യം റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മിക്സിങ് ചെയ്യുകയാണ്. അപ്പോൾ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. നല്ല കിടുക്കൻ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ എഗ്ലെസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നൊരു പ്ലം കേക്കാണ്. കിടുക്കനാണ്. പിന്നെ ഓവൻ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഓവൻ വല്ലപ്പോഴും മാത്രം നിലക്കടലയൊക്കെ വറുക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യുന്നത്. നല്ല അസലായിട്ട് എനിക്ക് തോന്നുന്നു ഓവനേക്കാളും നന്നായിട്ട് സ്റ്റൗ ടോപ്പിൽ തന്നെ നമുക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് കേക്ക് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലം കേക്ക് 1.5 kg ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1/4 മണിക്കൂർ 1.5 മണിക്കൂറോളം വേവാൻ സമയം എടുക്കും കേട്ടോ. വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 1.5 മണിക്കൂറോളം വേവാൻ അതവിടെ വെക്കും. അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ബാറ്ററൊക്കെ അടുപ്പത്ത് വെച്ച് കേക്കൊക്കെ റെഡിയാക്കാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഇത് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നവർക്കറിയാം, അടുക്കള മൊത്തം പാത്രമായിരിക്കും. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് മൊത്തം വൃത്തികേടായിട്ടുണ്ടാകും. വലിയൊരു പണിയാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് വരെ. ഫ്രോസ്റ്റിങ്ങിൻ്റെ സമയത്തും മോശമില്ലാത്ത പണി തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അപ്പോൾ ബേക്കേഴ്സിനൊക്കെ അത് ശരിക്കും അവരുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത്രയാണ്. അതിൻ്റെ പേരിൽ പലരും കേക്ക് കൊടുത്തിട്ട് നന്നായില്ല, കംപ്ലൈൻറ്റ് വന്നു എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പുറത്ത് കൊടുക്കാറില്ല, ഞാൻ വീട്ടിലേക്കുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരൊരിക്കലും നമ്മൾ ഈ ഉണ്ടാക്കുന്നവരെ എഫേർട്ട് ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. അപ്പോൾ അത്രയും പണിയാണ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ ഇതേ ഒരു സൈഡിൽ അങ്ങ് മാറ്റി വെച്ച് പാത്രങ്ങളൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ട് കഴുകാൻ. അപ്പോൾ അതിനിടയിൽ ഇതേ മോൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ മുട്ട വാങ്ങിച്ചിട്ട് വരണം എന്ന് പറഞ്ഞതാണ്. സ്ഥിരം പരിപാടിയാണ്. 6 മുട്ട വാങ്ങിപ്പിച്ചാൽ 4 മാത്രമേ വീട്ടിലെത്തുള്ളൂ. ഇപ്പോൾ 2 പൊട്ടിച്ചിട്ടേ കൊണ്ടുവരുള്ളൂ. അതെല്ലാ തവണയും ചെയ്യുന്നതാണ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ അത്യാവശ്യം വരുന്നത് കൊണ്ട് മാത്രമാണ് അവനോട് പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ആ മുട്ടയൊക്കെ ഇതേ അതിനകത്ത് 1 മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കഴുകി തുടച്ചിട്ട് ഇതേ ഫ്രിഡ്ജിൽ വെക്കുകയാണ്.
ഇനിയിപ്പോൾ ഇതേ വലിയ പണിയാണ് പാത്രം തേച്ച് കഴുകുക എന്നുള്ളത്. കേക്കിന് ഉണ്ടാക്കി വെക്കാനെടുത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തേച്ച് കഴുകി എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം മുട്ട പൊട്ടിയ മുട്ട ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ അത് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തതുകൊണ്ടാവാം മുട്ടേൻ്റെ സ്മെല്ല് നല്ലോണം വന്നു. അപ്പം ഞാൻ നല്ലോണം വിം ലിക്വിഡൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ നന്നായിട്ട് ആ സ്മെല്ല് അങ്ങ് പോയിക്കോളുമല്ലോ. അപ്പോൾ ഇതേ പാത്രം കഴുകലാണ്. പാത്രം കഴുകി എടുത്തിട്ട് പിന്നെ നമുക്കിനി എല്ലാവരുടെയും വൃത്തിയാക്കി അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി ഇതേ കറിയുടെ പരിപാടിയാണ്. കറിയും തോരനും. ചോറ് ഞാനവിടെ തിളപ്പിച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി കറിയും തോരനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഹസ്ബൻഡിന് നേന്ത്രക്കായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മക്കൾ എന്തായാലും തോരനൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേന്ത്രക്കായ തോരൻ വെക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ എളുപ്പത്തിലാവുകയും ചെയ്യില്ല. അപ്പം വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കായും ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ വന്ന് ചായ ചോദിച്ചപ്പോൾ അവൻ ചായ അവിടെ എടുത്ത് വെച്ചിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ സോഫയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ അമ്മ ചായ എന്ന് പറയണം, അല്ലാണ്ട് വന്ന് എടുക്കില്ല കേട്ടോ. സ്ഥിരം പരിപാടിയാണ്. പണി ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, അടുക്കളയിൽ വന്ന് വാങ്ങിച്ചിട്ട് പോകണമെന്ന് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കേൾക്കില്ല. അപ്പോൾ ഇതേ അവന് പുറത്തുനിന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര നിർബന്ധമായിരുന്നു പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പം മോളോട് ഇടക്കിടക്ക് പറയുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ സമ്മതിക്കാറില്ല, വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അവളെന്തോ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവൻ വീഡിയോ കാണുന്നത് അവന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ കാണാണ്ട് മാത്രം ഞാൻ കുറച്ചൊരു മൂലക്ക് നിന്ന് എടുത്തതാണ് കേട്ടോ. വേറെ ആരും അങ്ങനെ വീഡിയോയിൽ വരില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവനെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് അവനറിയാതെ കുറച്ച് വീഡിയോയിൽ ഉൾക്കൊള്ളിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതേ അവന് ചായയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഏകദേശം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് കേട്ടോ ചിരകുന്നത്, കറിക്കുള്ള തേങ്ങ. അപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ നല്ല മടിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പണിയൊക്കെ ചെയ്യുന്ന ദിവസങ്ങൾ ഇതുപോലെ താഴെ ഇരുന്നിട്ട് ചിരകും. അതല്ലെങ്കിൽ മേലെ തന്നെ വെച്ചിട്ട് നിന്നിട്ടും ചിരകാൻ പറ്റും കേട്ടോ ഈ ചിരകനെ കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി മടിയൊക്കെ ആയപ്പോൾ ഒന്ന് ഇരിക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഇരുന്ന് ചിരവിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേന്ത്രക്കായ അടുപ്പത്ത് മാങ്ങയും മുരിങ്ങക്കായും ഇട്ട വെള്ളരിക്കയും കൂടെയുള്ള കറിയാണ്. ഇപ്പോൾ നേന്ത്രക്കായ ഞാൻ വേവിച്ചിട്ടൊക്കെ വെക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. ഇതിൽ തേങ്ങയൊക്കെ ചേർത്ത് വറവിലൊക്കെ ഇടുന്നത് ഹസ്ബൻഡ് വരാറാകുമ്പോഴാണ്. അത് കുറച്ച് ഒരുപാട് സമയം എടുക്കും. രാത്രി 9:30 മണിയൊക്കെ ആകുമ്പോഴേക്കേ വേണ്ടുള്ളൂ കേട്ടോ. കാരണം ആൾക്ക് ചൂടോടെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് തുണികളുണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഏതായാലും കറികളും ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒന്ന് പെട്ടെന്ന് പോയി മേല് കഴുകിയിട്ട് വരാമെന്ന് കരുതി. മേലും കൂടെ കഴുകിയിട്ട് വന്നു കഴിഞ്ഞാൽ തുണിയൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേലും കഴുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തുണി മടക്കലാണ് എനിക്ക് ഏറ്റവും മടിയുള്ള പണി എന്ന് പറയുന്നതാണ് ഈ തുണി മടക്കുക. അപ്പോൾ ചില ദിവസങ്ങൾ മടക്കിയിട്ട് അവിടെ തന്നെ സൈഡിൽ അവിടെ വെക്കും. കാരണം മോളുടെ റൂമാണ്. അപ്പോൾ ഒരു സൈഡിൽ അവൾ കിടന്നാൽ ബാക്കി സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ തുണി അവിടെ തന്നെ കിടക്കും, മടക്കി വെച്ച തുണി അവിടെ തന്നെ കിടക്കും. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ വെച്ച് വീഡിയോ എടുക്കുന്നതല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ ഏതായാലും മടക്കി വൃത്തിയാക്കി കബോർഡിലൊക്കെ എടുത്ത് വെക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ മടക്കി എടുത്ത് വെച്ച് ഇനിയിപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി ഹസ്ബൻഡ് വരാനാകുമ്പോഴേക്കും പിന്നെ കായത്തോരൻ്റെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് നമ്മുടെ സ്മോൾ സിംഗിങ് ആപ്പ്. അതിനകത്ത് കയറി കുറച്ച് പാട്ടൊക്കെ പാടുക. പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ അതിനകത്ത് കയറിയിട്ടാണ് കുറച്ച് ടൈം പാസ് ആക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയെല്ലാം മടക്കി എടുത്ത് വെച്ചിട്ട് കുറേ നേരം ആ ആപ്പിനകത്ത് കയറിയിരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി. അപ്പോഴേക്കും ഹസ്ബൻഡ് വരാറായിട്ടുണ്ട്. അപ്പം മോനും വന്ന് കുറച്ച് നേരം അവൻ്റെ പഠിത്തവും കാര്യങ്ങളും എഴുത്തൊക്കെ കഴിഞ്ഞ് അവനവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ തുണിയെല്ലാം എടുത്ത് മടക്കി ഞാൻ കബോർഡിലൊക്കെ എടുത്ത് വെച്ച്. മോളുടെ റൂമാണ് അത്, മോളുടെ കബോർഡാണ്. ഞങ്ങളുടേത് മറ്റേ ബെഡ്റൂമിലായത് കാരണം നേരെ അതൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്കും കൊണ്ടുവച്ച് പിന്നെ മെല്ലെ സ്മോൾ സിംഗിങ് ആപ്പിലും കയറി ഹസ്ബൻഡ് വരുന്നവരെ. അപ്പോൾ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞോട്ടെ. ഏകദേശം 9:45 ഹസ്ബൻഡ് വന്നു. അപ്പോഴേക്കും ഞാൻ വേഗത്തിൽ കായത്തോരൻ റെഡിയാക്കി എടുത്തു. ആൾ കുളിക്കാൻ കയറിയ സമയം കൊണ്ട് മോന് വേഗത്തിലൊരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് അവന് ചോറ് കൊടുക്കാമെന്ന് കരുതി. മക്കൾ കായത്തോരനൊന്നും കഴിക്കില്ല കേട്ടോ. ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവന് ചോറും കൂടെ കൊടുത്ത് പിന്നെ ഞങ്ങളുടെ ഊണും കഴിഞ്ഞാൽ പിന്നെ രാത്രിയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ